അപ്പോൾ ഞങ്ങളങ്ങനെ ബന്ധിത്തയുടെ തലപ്പ് കട്ട് ചെയ്ത് ഇതാ സാഫ് വരട്ടി കൊടുത്തു കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ കട്ട് ചെയ്ത തുമ്പ്, ഇത് നമ്മൾ കട്ട് ചെയ്ത തുമ്പാണ്. എല്ലാ ചെടിയുടെയും തുമ്പുകൾ ഞാൻ സാഫിൽ മുക്കി എടുത്തു വച്ചേക്കുന്നതാണ്. ഇത് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇത് ഒരു പുതിയ ചെടിയാക്കി നമുക്ക് മാറ്റാം. അതെങ്ങനെ നമുക്ക് ഈ പുതിയ ചെടിയാക്കി മാറ്റാൻ കഴിയണമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോണ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ മുറിച്ച് വെച്ച തൈകളൊക്കെ ഉണ്ട്. നമ്മളുടെ ചെടി ബന്ധിച്ചെടി വന്ന ആ ട്രേ ഉണ്ടല്ലോ, ആ ട്രേ നമ്മൾ കളയാതെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രേ എടുക്കുക. ആ ട്രേയിലേക്ക് ഇതിൽ നമ്മൾ ചകിരിച്ചോറ്, ഈ ചകിരിച്ചോറിൽ നമ്മൾ ഈ സാഫും ഇത് ഡോളോമേറ്റും കൊണ്ട് മിക്സ് ചെയ്ത് ചകിരിച്ചോറാണ് ഇതിനകത്ത് ഫില്ല് ചെയ്തേക്കുന്നത്. ഈ ഫില്ല് ചെയ്ത് ഈ ചകിരിച്ചോറ് ഇട്ട ഇതിൽ ഫില്ല് ചെയ്തിട്ട് ഇതിലേക്കാണ് നമ്മൾ ഈ ബന്ധിച്ചെടി നമ്മൾ നടാൻ പോണത്. ഇത് നമ്മൾ കട്ട് ചെയ്ത ചെടി കേട്ടോ, ഇത് കേട്ടോ, ഇതിൻ്റെ കട്ടിങ് ഭാഗത്ത് നമ്മൾ സാഫ് പുരട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇലകൾ, അതായത് ഈ ഇലകൾ ഒന്ന് കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്തിട്ട് ഈ ചെടി ഇങ്ങനെയാക്കി എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഈ റെഡിയാക്കി വെച്ചേക്കണ ഇതുണ്ടല്ലോ, ഈ പൊട്ടി മിക്സ് ഇതിനകത്തേക്ക് നമ്മളിത് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കും. ഇറക്കി വെച്ച് നമ്മളൊന്ന് നട്ട് വയ്ക്കും. ഇപ്പം നമ്മൾ ഈ ട്രേ നിറച്ചും നമ്മൾ കട്ട് ചെയ്ത ചെടികൾ, അതിൻ്റെ ബന്ധിച്ചെടിയുടെ തലപ്പ് കട്ട് ചെയ്തത് മുഴുവനും ഈ ട്രേയിൽ മുഴുവനും നട്ട് കഴിഞ്ഞു. ഓക്കെ, നട്ട് ലേശം വെള്ളമൊക്കെ ഒഴിച്ച് ഇന്നത്തെ ഒരു ദിവസം ഇത് അധികം വെയിലേക്കാത്ത സ്ഥലത്ത് വയ്ക്കാനായിട്ട്. ഒത്തിരി വെയിലടിച്ചെന്ന് ഇങ്ങനെ ആകെ ഡള്ളായിട്ട് തളർന്ന് കിടക്കുകയുള്ളൂ. അപ്പം നമുക്കിത് വലിയ വെയിൽ കിട്ടാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കാം. ഇതൊരു മാവിൻ്റെ ചൂടാണ്. ഈ മാവിൻ്റെ ചൂട്ടിൽ കുറച്ച് ചെടികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, വലിയ വെയിലടിക്കാത്തത്. അപ്പോൾ ഇവിടേക്ക് വയ്ക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ വെച്ചു. ഇനി ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന്. ഏതൊക്കെ പിടിച്ച് കിട്ടും, ഏതൊക്കെ പിടിച്ച് കിട്ടില്ല എന്ന് നമുക്കറിയാലോ. എല്ലാം പിടിച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് ഭാഗ്യമായി. 10 ചെടി മേടിച്ചാൽ 20 തൈ നമുക്ക് കിട്ടും. കട്ട് ചെയ്ത ചെടികളാണ് ഇതൊക്കെ. ഇന്നിപ്പോൾ രാവിലെ ആയി കഴിഞ്ഞപ്പോൾ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ വേര് വരും. അന്നേരത്തെ നമുക്ക് നോക്കാം. ഓക്കെ, ജൂലൈ 2-ാം തീയതി ബന്ധിത്തണ്ടിയുടെ തലപ്പ് മുറിച്ച് നട്ടതാണത്. ഇന്ന് 4 ദിവസം ആയി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രോത്ത് എങ്ങനെയുണ്ട്, ഇത് വലുതായോ വേര് പിടിച്ചോ എന്നൊന്ന് നോക്കാം. ഇന്ന് 4 ദിവസം ആയുള്ളൂ നട്ടിട്ട്. എന്നാലും നമുക്ക് വേര് പിടിച്ചിട്ടുണ്ടോയെന്ന് ഇതിനൊന്ന് നോക്കാം. വേര് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പുതിയ ചെടിയായിട്ട് നടാലോ. ഓക്കെ, നമുക്ക് ഈ ചെടി തന്നെ ഒന്ന് പറിച്ച് നോക്കാം. വാ, വേണ്ട, ബന്ധിത്തയുടെ തലപ്പ് മുറിച്ച് നട്ട് വേണം. ഇത് നല്ല മനോഹരമായിട്ട് ഇതേ വേര് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പുതിയ ചെടിയായിട്ട് നടാം. കണ്ടോ? അപ്പം നമ്മുടെ എല്ലാ ചെടിയും തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വേറെ ചെടിയായിട്ട് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ചെടിയും കൂടി കിട്ടും. ഞാനൊരു 100 തൈയാണ് മേടിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തുമ്പ് മുറിച്ച് നട്ട് കഴിഞ്ഞപ്പോൾ ഈ തൈയൊക്കെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞ് 200 തൈയായില്ലേ.